എപ്പിസോഡ് തുടങ്ങുന്ന മുമ്പ് രണ്ട് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് തുടങ്ങാം. ഒന്ന്, മിക്കപ്പോഴും എൻ്റെ കമന്റ് സെക്ഷനിൽ വരാറുള്ള ഒരു കമന്റ് ആണ്, ബ്രോ ആദ്യം ആഡ് കുറവായിരുന്നു, ഇപ്പോൾ വല്ലാണ്ട് കൂടുന്നുണ്ട്. എൻ്റെ വീഡിയോ പ്ലേ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ആഡ് കൂടുതലായിരിക്കും, ചിലപ്പോൾ കുറവായിരിക്കും, എനിക്കറിയില്ല അത് ഏതിൻ്റെ അടിസ്ഥാനത്തിലാണ് എവിടേക്കാണ് ആഡ് വരുന്നത് യൂട്യൂബ് ഇടുന്നതെന്ന് എനിക്ക് അറിയില്ല. ഞാനല്ല ഇത് കൺട്രോൾ ചെയ്യുന്നത്. ചിലർക്ക് ആഡ് കൂടുതലായിരിക്കും, കുറവായിരിക്കും. അത് എനിക്ക് ഒരിക്കലും റെഗുലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അത് യൂട്യൂബ് ആണ് ആഡ് നിശ്ചയിക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ എൻ്റെ കമന്റ് സെക്ഷനിൽ വന്നിട്ട് ബ്രോ കൂടുതൽ ആടിടുന്നു എന്ന് പറയുന്നതിനകത്ത് ഞാൻ നിരപരാധിയാണ് ഗൈസ്. ഞാനല്ല ആടിടുന്നത്. ഈ ബിഗ് ബോസ് എന്ന് പറയുന്നത് ഭയങ്കര എന്റർടൈൻമെന്റ് ആയിട്ടുള്ള ഒരു ഷോ ആയതിന്റെ പേരിൽ ഈ ബിഗ് ബോസ് സമയത്ത് അഡ്വർടൈസേഴ്സ് ആഡ് കൊടുക്കുന്ന ഒരു പ്രവണത കൂടുതലാണ്. കമ്പാരിറ്റീവ്ലി ബിഗ് ബോസ് കണ്ടന്റിനകത്ത് കൂടുതൽ ആഡ് വരാറുണ്ട്. മേ ബി അതുകൊണ്ടാവാം. പിന്നെ രണ്ടാമത്തെ കാര്യം, ഞാൻ എൻ്റെ വീഡിയോ ചെയ്യുന്നതിന്റെ ഉദ്ദേശം ഒരാളെയും സപ്പോർട്ട് ചെയ്യാനോ ഒന്നിനു വേണ്ടിയല്ല. എൻ്റെ കുറച്ച് വ്യൂവേഴ്സ് ഉണ്ട്, അവരെ എന്റർടൈൻ ചെയ്യിപ്പിക്കാൻ വേണ്ടി മാത്രമാണ്. അനുമോൾക്ക് വോട്ട് മേടിച്ചു കൊടുക്കാനോ, അനീഷിന് വോട്ട് മേടിച്ചു കൊടുക്കാനോ, അല്ലെങ്കിൽ അനുമോളെ ഡീഗ്രേഡ് ചെയ്യാനോ, അല്ലെങ്കിൽ ആര്യനെ ഡീഗ്രേഡ് ചെയ്യാനോ, ആരെയും ഡീഗ്രേഡ് ചെയ്യാനും വേണ്ടിയിട്ടല്ല. ഇതൊരു എന്റർടൈൻമെന്റ് ഷോ ആണ്. അത് എന്നാൽ കഴിയുന്ന രീതിയിൽ നിങ്ങളെ എന്റർടൈൻ ചെയ്യിപ്പിക്കുക എന്നുള്ള ഒരൊറ്റ ഉദ്ദേശം മാത്രമേ എനിക്കുള്ളൂ. ഇതിപ്പം ലാലേട്ടൻ എല്ലാ ആഴ്ചയിലും വന്ന് ആൾക്കാരെ വലിച്ചു കീറുന്ന കാണുമ്പോൾ നിങ്ങൾക്ക് ഒരു രസമില്ലേ? ഈ സെയിം സാധനം ഞാൻ എല്ലാ ദിവസവും ചെയ്യും. അത്ര മാത്രമേ ഉള്ളൂ. നല്ലത് ചെയ്താൽ നല്ലതെന്ന് പറയും, കൊള്ളാത്തത് ചെയ്താൽ കൊള്ളത്തില്ലെന്ന് പറയും. എന്റെ വീഡിയോ കാണുന്നവരുടെ കൂട്ടത്തിൽ അനുമോളുടെ ഫാൻസ് ഉണ്ടാവും, അനീഷിന്റെ ഫാൻസ് ഉണ്ടാവും, ഷാനവാസിന്റെ ഫാൻസ് ഉണ്ടാവും. അപ്പൊ ഞാൻ അന്നേരം അനുമോളെ വിമർശിക്കുന്ന കാണുമ്പോൾ അല്ലെങ്കിൽ കളിയാക്കുന്ന കാണുമ്പോൾ ഈ ഫാൻസുകാർക്ക് ഇഷ്ടപ്പെടത്തില്ല. അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് ഈ അന്തം ഫാൻസ് എന്റെ വീഡിയോ കാണണമെന്ന് എനിക്ക് ഒരു നിർബന്ധമില്ല. ഇതൊരു എന്റർടൈൻമെന്റ് ഷോ ആയിട്ട് കണ്ട് ആരുടെയും ഫാൻസ് പിടിക്കാതെ നിൽക്കുന്ന കുറച്ച് ഓഡിയൻസ് ഉണ്ട്. എനിക്ക് അവർ മതി. ഞാൻ അവർക്ക് വേണ്ടിയാണ് എന്റെ വീഡിയോ ചെയ്യുന്നത്, സത്യമായിട്ടും. കാര്യം ഞാൻ അങ്ങനത്തെ ഒരുത്തനാണ്. അല്ലാതെ ഞാൻ ആരുടെയും PR ഏറ്റെടുത്തിട്ടോ അല്ലെങ്കിൽ ഒരാളെ കൊണ്ട് കപ്പടിപ്പിച്ചോളാം എന്ന് എന്റെ ഉള്ളിലൊന്നുമില്ല. എനിക്ക് അങ്ങനെ ഫേവറേറ്റ് കണ്ടസ്റ്റൻസേ ഇല്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. എപ്പിസോഡ് നമ്പർ 75, ഡേ 74. ഇന്നത്തെ പ്രത്യേകത അനുമോൾ മിണ്ടിയില്ല, വാ തുറന്നില്ല എന്നുള്ളതാണ്. ഇന്ന് അനുമോൾക്ക് മൗനവ്രതമായിരുന്നു. അതുകൊണ്ട് തന്നെ അലമ്പ് കണ്ടന്റ് കുറവായിരുന്നു. അല്ലെങ്കിൽ കുൽസിത കണ്ടന്റോ അല്ലെങ്കിൽ അടുക്കളയിലെ പ്രശ്നങ്ങളോ ഇതൊന്നും ഇന്ന് ഉണ്ടായിരുന്നില്ല. അനുമോൾ വാ തുറക്കുവാണെങ്കിൽ ഒന്ന് അടി തുടങ്ങുന്ന അടുക്കളയിൽ നിന്നാണ്. പിന്നെ കുറച്ചുകൂടി ഒരു ഹയർ ലെവലിലോട്ട് പോകുകയാണെങ്കിൽ ആരെങ്കിലും പ്രാവും. അതിന്റെ ഒരു ഹയർ ലെവലിലോട്ട് പോകുകയാണെങ്കിൽ കുൽസിത കാടറക്കും. ഈ ഒരു പാറ്റേൺ ആണ് തുടക്കം മുതൽ ഒടുക്കം വരെ. ഈ ഒരു 74ാമത്തെ ദിവസം എത്തി നിൽക്കുന്നത് വരെ അനുമോളുടെ കോണ്ടന്റ് എടുത്ത് നോക്കുവാണെങ്കിൽ ഈ 3 മേഖലകളിലാണ് അനുമോള് പ്രാവീണ്യം നേടിയിട്ടുള്ളത്. ഇന്ന് അനുമോള് കുക്ക് ചെയ്യാൻ കയറിയില്ല, അതുകൊണ്ട് അടുക്കളയിൽ അടി ഒഴിവായി. ടാസ്കിനകത്ത് ആരും അനുമോളെ അങ്ങോട്ട് കയറി അറ്റാക്ക് ചെയ്യാൻ നിന്നില്ല. കാര്യം ഇന്ന് കൊടുത്ത ടാസ്ക് ഇങ്ങനെ കൺജസ്റ്റ് ആയിട്ട് നിന്ന് ഇടിയുണ്ടാക്കുന്ന ടാസ്ക് അല്ലായിരുന്നു. അതിനുള്ള സമയമൊന്നും ആ ടാസ്കിനകത്ത് ബിഗ് ബോസ് കൊടുത്തില്ല. അതുകൊണ്ട് അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല. പിന്നെ അനുമോളെ അങ്ങോട്ട് പോയി ചൊറിയാൻ വേണ്ടിയിട്ട് ആരും നിന്നതുമില്ല. അതുകൊണ്ട് പ്രാക്കും ഒഴിവായി. പിന്നെ ഇന്നലെ രാത്രിയിൽ നടന്ന ആ ഒരു സംഭവം, നെവിനുമായിട്ട് ഉണ്ടായ ആ ഒരു ഫുഡിന്റെ അടി, അതിനകത്ത് ആദില, നൂറ ഇവരൊക്കെ ഇടപെട്ട് അനുമോൾക്കെതിരെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഇതിന്റെ ഒരു ചൊരുക്കില് ആദിലെടുത്തും നൂറെടുത്തും ഭയങ്കര കട്ടക്കലിപ്പിലാണ് അനുമോൾ നിന്നത്. ഇതിന്റെ ഒരു എക്സ്പ്ലനേഷൻ ലക്ഷ്മി എടുത്ത് അനുമോള് പറയുന്നുണ്ട്. ഈ അനുമോൾ മിണ്ടാതിരിക്കുമ്പോഴത്തേക്ക് ലക്ഷ്മിയൊക്കെ വന്ന് ചോദിക്കുന്നുണ്ട്, എന്താ കാര്യം, അനുമോൾ എന്താ മിണ്ടാതിരിക്കുന്നത്? അനീഷ് വന്ന് ചോദിക്കുന്നുണ്ട്, ലക്ഷ്മി വന്ന് ചോദിക്കുന്നുണ്ട്, ഷാനവാസ് വന്ന് ചോദിക്കുന്നുണ്ട്, എന്നിട്ട് ആര്യൻ മാറി എന്ന് പറയുന്നുണ്ട്. ആദ്യം ഞാൻ വിചാരിച്ചു ഇവിടെ നാടകം കളിക്കുകയാണ്, പിന്നെ ഇപ്പൊ രാത്രിയായിട്ടും ആരും മിണ്ടുന്നില്ല, എന്താ പ്രശ്നം, ഇത്ര ഇമ്പാക്ട് ഉണ്ടാക്കാൻ കാര്യം എന്താണെന്ന് പറഞ്ഞിട്ട് അനുമോൾ മിണ്ടുന്നില്ലെങ്കിലും അനുമോളെ പറ്റിയുള്ള ചർച്ച ഹൗസിൽ നല്ല രീതിയിൽ നടക്കുന്നുണ്ടായിരുന്നു. അതാണ് അനുമോൾ. അപ്പോ ഇന്നലെ രാത്രിയിൽ നടന്ന ആ ഒരു സംഭവത്തിന്റെ ഒരു എക്സ്പ്ലനേഷൻ അനുമോൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് എപ്പിസോഡിനകത്ത് കാണിച്ചിട്ടില്ല കേട്ടോ. ഇന്നലെ കടലമാവ് വെച്ചിട്ടാണ് ദോശ ഉണ്ടാക്കിയത്. രണ്ടാമത്തെ തവണയാണ് ഇവർക്ക് ലക്ഷറി ബഡ്ജറ്റിനകത്ത് കടലമാവ് കിട്ടുന്നത്. ആദ്യത്തെ തവണ കടലമാവ് കിട്ടിയ സമയത്ത് ആരും അധികം അത് യൂസ് ചെയ്യാതെ മുഖത്ത് ഫേസ് പാക്ക് ആയിട്ടൊക്കെയാണ് ഇട്ടത്. കാര്യം അത് വേസ്റ്റ് ആയി പോവാണ്. അത് ഡെയിലി നമുക്ക് വേണ്ട ഈ റേഷനകത്ത് ഉൾക്കൊള്ളുന്ന ഒരു സാധനമല്ല, ലക്ഷറി ആയിട്ട് കിട്ടിയ സാധനമാണ്. അതുകൊണ്ടാണ് അനുമോൾ അത് യൂസ് ചെയ്തത്. ഇപ്പം ആദിലയാണെങ്കിലും നെവിനാണെങ്കിലും ഉള്ളിയും തക്കാളിയൊക്കെ ഒന്ന് ചോദിക്കുന്ന സമയത്ത് ഇതൊക്കെ അനുമോൾ പറയുന്നു, ഞാൻ ഓരോ ദിവസത്തേക്ക് വേണ്ടി ഇത്ര മാറ്റി എണ്ണി തിട്ടപ്പെടുത്തി വെച്ചേക്കാണ് ഈ റേഷൻ പ്രോപ്പർ ആയിട്ട് പോകാൻ വേണ്ടിയിട്ട്. അതിനകത്തുനിന്ന് നെവിൻ വന്ന് ചോദിക്കുമ്പോൾ അത് കൊടുക്കാൻ പറ്റില്ല എന്നാണ് ഞാൻ പറയുന്നത്. അതിനകത്ത് എടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഡെയിലി റേഷനെ അത് ബാധിക്കും. അപ്പൊ 4 ഉള്ളി വേണ്ട കറിക്ക് 4 ഉള്ളി തന്നെ ഇടണം. അത് മാറ്റി കഴിഞ്ഞാൽ പ്രശ്നമാണ്. അത് അനുമോൾ പറയുന്നതിനകത്ത് കാര്യമുണ്ട്. പുള്ളിക്കാരത്തി ആ ഒരു പ്ലാനിങ്ങോട് കൂടിയാണ് ആ ഒരു അടുക്കള കൊണ്ടുപോയെങ്കിൽ അത് നല്ല കാര്യം ആർക്കും ഫുഡ് ഇല്ലാത്ത ഒരു അവസ്ഥ വരത്തില്ല. ഇപ്പൊ കടലമാവിന്റെ കേസ് വന്നപ്പോഴത്തേക്ക് കടലമാവ് അവിടെ വേസ്റ്റ് ആയി പോകാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ്, അല്ലെങ്കിൽ ഡെയിലി യൂസ് ചെയ്യുന്ന ഒരു കാര്യമല്ല. ഇപ്പൊ കടലമാവ് വെച്ചെടുത്ത് കഴിച്ചെന്നും പറഞ്ഞിട്ട് പട്ടിണി ആവില്ല എന്നാണ് അനുമോളുടെ ഒരു വാദം. അതുകൊണ്ടാണ് ഈ കടലമാവ് വെച്ചിട്ട് ദോശ ഉണ്ടാക്കിയതും. ആ ദോശ ഉണ്ടാക്കിയിട്ട് അത് എല്ലാവർക്കും കൂടെ പകുത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ റൂമിലോട്ട് വരികയായിരുന്നു
2 ദോശയാണ് ഉണ്ടാക്കിയത്. ആദ്യം അക്ബറിനും ആര്യനും ഒക്കെ ഉണ്ടാക്കി കൊടുത്തു. അതിനുശേഷം ഞാൻ ഇവർക്ക് എല്ലാവർക്കും കൂടെ കുറച്ച് കുറച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് റൂമിലോട്ട് വരുമ്പോഴാണ് ഈ ഒരു പ്രശ്നമൊക്കെ നടന്നത്. അപ്പോഴാണ് ആദിലയും നൂറയൊക്കെ എന്റെ മേളിൽ ചാടി കയറിയത്. അനുമോള് വളച്ചൊടിക്കാൻ അനുമോളും പിടിക്കുകയാണ്. ആ ദോശ പകുത്ത് കൊടുക്കാനാണോ അല്ലോ അനുമോൾക്ക് കഴിക്കാനാണോ ഒന്നും ഇന്നലെ ആരുടെ ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ല. പക്ഷെ ഇന്ന് അനുമോള് ഈ ഒരു കഥ പറഞ്ഞിട്ടാണ് അവിടെ ന്യായീകരിക്കുന്നത്. പിന്നെ അനുമോളത്ത് ലക്ഷ്മി ചോദിക്കുന്നുണ്ട്, അനുമോളത്ത് ക്യാപ്റ്റൻ അടുത്ത് ചോദിച്ചിരുന്നു. അനുമോള് പറയുന്നത് അത് ക്യാപ്റ്റൻ അടുത്ത് ഞാൻ ചോദിച്ചില്ല, ക്യാപ്റ്റൻ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ സമ്മതിക്കില്ല എന്ന് എനിക്ക് അറിയാം. പുള്ളിക്കാരത്തേക്കും വിശക്കുന്നുണ്ടായിരുന്നു, എല്ലാവർക്കും വിശക്കുന്നുണ്ടായിരുന്നു. അന്നേരം എല്ലാവർക്കും കൂടെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ദോശ ഉണ്ടാക്കിക്കൊണ്ട് വന്നത്. 2 ദോശയാണ് ഉണ്ടാക്കുന്നത്, ഒരപ്പം കൊണ്ട് 10 പേരെ കൂട്ടാൻ അനുമോൾ ആരുവാ? വേറെ യേശു ക്രിസ്തുവിന്റെ ആരെങ്കിലും ആണോ? അന്നേരം ഇങ്ങനൊരു എക്സ്പ്ലനേഷൻ അനുമോളുടെ ഭാഗത്തു നിന്ന് വരുന്നുണ്ട്. അന്നേരം ഇന്നലത്തെ ഒരു അടിയുടെ ആഫ്റ്റർ എഫക്റ്റ് ആണെന്ന് തോന്നുന്നു. അനുമോളുടെ ഗെയിമാണ് ഇതൊക്കെ. അനുമോളുടെ ഗെയിമായിട്ട് എനിക്ക് ഫീൽ ചെയ്തു, ഉള്ള കാര്യം പറയാലോ. അനുമോൾ അങ്ങ് തീരുമാനിക്കുകയാണ് ഇന്ന് ആരെടുത്തും ഞാൻ അങ്ങോട്ട് മിണ്ടുന്നില്ല. മാത്രമല്ല കിച്ചണിലെ പണിയും ചെയ്യുന്നില്ല. അത് ഇന്നലെ തന്നെ പറയാറും തോന്നുന്നു, കിച്ചണിലെ പണിയൊന്നും ഞാൻ ഇനി മുതൽ ഞാൻ കിച്ചണിൽ കയറില്ല. അങ്ങനെ ഇന്ന് സാബു വന്നിട്ട് അനുമോളെ ടീം മാറ്റുന്നുണ്ട്. കിച്ചണിൽ നിന്ന് എടുത്ത് മാറ്റി ഫ്ലോർ ടീമിലോട്ട് ഇടുന്നുണ്ട്. അനുമോളോടുള്ള വാശി തീർക്കാനാണെന്ന് തോന്നുന്നു. പണിയെടുക്കാത്ത നെവിനാണ് ഇപ്പൊ കിച്ചണിൽ കുക്കിംഗ് കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയെങ്കിലും ഇവൻ ഒന്ന് പണിയെടുത്തല്ലോ. ആത്മാർത്ഥമായിട്ട് നെവിൻ ആ വീട്ടിൽ കയറിയിട്ട് ആകെ കൂടി 2 ദിവസമാണ് പണിയെടുത്തത്. ഒന്ന് ഹോട്ട്സ്റ്റാറിൽ മറ്റേ പോൾ ഇട്ട് ജനങ്ങളെടുത്ത് ഇന്ന് പാത്രം കഴിവേണ്ട ആരാണെന്ന് ചോദിച്ച സമയത്ത് ഇവന്റെ പേര് പറഞ്ഞ് അങ്ങനെ ആ ഒരു പണിഷ്മെന്റ് കിട്ടിയതിന്റെ ആൾക്കാരൊരു പണി കൊടുത്തതിന്റെ പേരിൽ ഇവൻ പണിയെടുത്തു. പിന്നെ ഇന്ന് അത് അനുമോളുള്ള ദേഷ്യം തീർക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയെങ്കിലും നീ പണിയെടുത്തല്ലോ, പണിയെടുത്ത് തിന്നല്ലോ, സന്തോഷം, നല്ല കാര്യം. അകത്തും പുറത്തും അനുമോളെ കുടുമോൾ എന്നാണ് വിളിക്കുന്നത്. അതിൽ വന്നിട്ട് അയ്യോ ഇത് കുണുവല്ലേ. ഈ കുടുമോൾ എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന പേരായില്ലേ, ബിഗ് ബോസ് കയറുന്നതിന് മുമ്പുള്ള പേരായിരുന്നു. അതിലേയും നൂറേം കൂടെ വന്നിട്ട് അനുമോളുടെ സംസാരിക്കുകയാണ്. അനുമോള് മൈൻഡ് ചെയ്യുന്നില്ല. അനുമോള് കട്ടക്കലിപ്പില് പറ മറ്റേ മിഥുനത്തിനകത്ത് ഇന്നസെന്റ് നിൽക്കുന്നതിന്റെ വിട്ട് ഇങ്ങനെ ഒരൊറ്റ നിപ്പ സ്ഥായി ഭാവം പിടിച്ചിട്ട് കണ്ടില്ലേ, മുഖത്ത് പോലും നോക്കുന്നില്ല. ഈ സൈഡിലോട്ട് അല്ലെങ്കിൽ ഈ സൈഡിലോട്ട് മുഖത്ത് പോലും നോക്കുന്നില്ല. ഭയങ്കര സ്ട്രാറ്റജിയാണ്. സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആഴ്ചത്തേക്കുള്ളത് ആയി. ഇപ്പൊ തന്നെ ഓവറാണ് അനുമോൾ. ഈ ആഴ്ചത്തെ കോണ്ടന്റ് ഇപ്പൊ 2-3 ദിവസമായിട്ട് അനുമോളാണ് നിറഞ്ഞു നിൽക്കുന്നത്. അനുമോൾക്ക് മനസ്സിലായി കാര്യം. ലാലേട്ടന് വന്ന് ശനിയാഴ്ച ഞായറാഴ്ചയും പറയുന്നതിനൊരു പരിധി ഉണ്ടല്ലോ. അപ്പൊ 3 ദിവസമായിട്ട് അനുമോളുടെ കോണ്ടന്റ് ആണ് പോകുന്നത്. ശനിയാഴ്ച ഞായറാഴ്ച വന്നിട്ട് ലാലേട്ടന്റെ എപ്പിസോഡിലും അനുമോളുടെ കോണ്ടന്റ് ആയിരിക്കും പോകുന്നത്. അപ്പൊ മൊത്തത്തിൽ 7 ദിവസം ഉണ്ടെങ്കിൽ അതിനകത്ത് 5 ദിവസവും അനുമോളുടെ കോണ്ടന്റ് ആണ് പോകുന്നത്. അപ്പൊ 2 ദിവസം റെസ്റ്റ് വേണ്ടേടേ. ശനിയാഴ്ച ഞായറാഴ്ച മേടിച്ച് കൂട്ടാനുള്ളതല്ലേ. അപ്പൊ കുറച്ച് റെസ്റ്റ് എടുക്കാന്ന് വിചാരിച്ചിട്ട് അനുമോൾ ഇന്ന് റെസ്റ്റ് എടുത്തതാണ്. അല്ലാതെ വേറെ നിങ്ങളൊന്ന് തെറ്റിദ്ധരിക്കണ്ട കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ ആദിലയും നൂറേയും കൂടെ മാറിയിരുന്ന അനുവിനെ പറ്റി സംസാരിക്കുന്നുണ്ട്. അതിൽ പറയുന്ന ഒരു കാര്യം വളരെ ശരിയാണ്. അനുമോളുടെ കുറ്റം ചൂണ്ടിക്കാട്ടി കഴിഞ്ഞാൽ അനുമോൾ അത് അക്സെപ്റ്റ് ചെയ്യത്തില്ല. അനുമോൾക്ക് എങ്ങനെയുള്ള ഫ്രണ്ട്ഷിപ്പാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അനുമോൾ പറയുന്ന എല്ലാം തലയാട്ടി സൂപ്പർ കൊള്ളാടി അടിപൊളി എന്ന് പറയുന്ന ഒരു സുഹൃത്തുണ്ടെങ്കിൽ അനുമോൾക്ക് ഭയങ്കര സന്തോഷമാണ്. അതുകൊണ്ടാണ് ഈ പ്ലാച്ചിയൊക്കെ പിടിച്ചു നടക്കുന്നത്. പ്ലാച്ചിയാകുമ്പോൾ പിന്നെ പ്രത്യേകിച്ചൊന്നും പറയത്തില്ലല്ലോ. ഇവരാകുമ്പോൾ തിരിച്ച് പറയും. പക്ഷെ ഇന്നലെ ഇവളുമാർ 2 വെച്ചിട്ട് ഓവറായിരുന്നു. അത് പറയാതിരിക്കാൻ വയ്യ. ആ രാത്രിയിൽ നല്ല ഓവറായിരുന്നു. ആതിരയുടെ നൂറയുടെ ഒക്കെ ഒരു പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ പൊതുസഭയിൽ വെച്ചിട്ടായിരിക്കും അടിച്ചു തീർക്കുന്നത്. തമ്മിൽ പറഞ്ഞ് അല്ലെങ്കിൽ തമ്മിൽ അടി ഉണ്ടാക്കി തീർക്കൂല. എപ്പോഴാണോ ആദിലേക്കൊക്കെ അവസരം കിട്ടുന്നത് അപ്പോൾ അങ്ങ് തീർക്കും. എന്നിട്ട് പിന്നെ പോയി അടയും ചക്കരയാവാൻ നിൽക്കും. അതെല്ലാവർക്കും പറ്റണമെന്നില്ല. ഇതിനകത്ത് ആരും പുണ്യാളനും പുണ്യാളത്തികളൊന്നും അല്ല. എല്ലാം കണക്കാണ്. ഇതിനകത്ത് പുറത്തോട്ട് ഇറങ്ങിയിട്ട് കാണാൻ ഇതിന്റെയൊക്കെ തനിക്കോണം എന്താണെന്ന്. ഈ കാണിക്കുന്ന ഫ്രണ്ട്ഷിപ്പൊക്കെ അത്ര വിലയൊന്നും കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതൊക്കെ പ്രഹസനമാണ് സജി, പ്രഹസനമാണ്. അത് കഴിഞ്ഞിട്ടാണ് ഇന്നത്തെ ടാസ്ക് വരുന്നത്. ടാസ്ക് വളരെ സിമ്പിൾ ടാസ്ക് ആണ്. ബിഗ് ബോസ് കുറെ കോയിൻസ് വീടിന്റെ പല ഭാഗങ്ങളിൽ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടായിരിക്കും. അത് സ്ക്രാച്ച് ചെയ്യുന്ന ടൈപ്പ് ഓഫ് കോയിൻസ് ആയിരിക്കും. അതിനകത്ത് 1 പോയിന്റ് ഉണ്ടാവും, 2 പോയിന്റ് ഉണ്ടാവും. മാക്സിമം 2 പോയിന്റ്സ് ആണ് ഒരു കോയിനകത്ത് വരുന്നത്. കൂടാതെ ചില കോയിൻസിനകത്ത് ചില പണികളും ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടായിരിക്കും. ആദ്യത്തെ ആ റൗണ്ട് കഴിയും. ഫസ്റ്റ് റൗണ്ടിൽ ആദ്യത്തെ പണി കിട്ടുന്നത് ആദിലക്കാണ്. ആദിലക്ക് കിട്ടുന്ന ഒരു കാർഡിനകത്ത് ബേൺ കാർഡ് എന്ന് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. വിച്ച് മീൻസ് ബേൺ കാർഡ് കിട്ടിക്കഴിഞ്ഞാൽ ബാക്കി കിട്ടിയേക്കുന്ന കോയിൻസിന്റെ പോയിന്റ്സും കൂടെ പോവും, 0 ആവും. ചുരുക്കം പറഞ്ഞാൽ ആ വ്യക്തിക്ക് ആ റൗണ്ടിൽ 0 പോയിന്റ്. അതാണ് ബേൺ കാർഡിന്റെ പ്രത്യേകത. ഇന്ന് കുറെ റീൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇന്നലെ അക്ബറിനോട് ചെയ്ത കർമ്മയാണ് ഇന്ന് ആദിലക്ക് കിട്ടിയത് എന്നും പറഞ്ഞിട്ടാണ് റീല്. കർമ്മ എന്നും പറഞ്ഞിട്ട് ഇന്നലെ അക്ബർ കരയുന്നതൊക്കെ വെച്ചിട്ട് ഇന്നലെ ആദിലക്ക് ഫസ്റ്റ് റൗണ്ടിൽ 0 പോയിന്റ്സ് കർമ്മ അടിച്ച്. മനസ്സിലായി?
മനസ്സിലായോ? അതിന് തൊട്ട് മുമ്പത്തെ ദിവസത്തെ റീൽ എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാല് മറ്റേ ബൗള് പിറക്കി എറിയുന്ന ടാസ്കില് അനീഷിന്റെ ആ ഒരു ടാസ്ക് റദ്ദാക്കിയപ്പോൾ അനീഷിലെ ബാസ്കറ്റിനകത്ത് കൈയും വെച്ചില്ല പുറത്ത് ഇങ്ങനെ ഒരു നിപ്പ് ഉണ്ടായിരുന്നല്ലോ. അപ്പൊ അക്ബർ ഇരുന്ന് പറയുന്നുണ്ടായിരുന്നല്ലോ, നോക്കി അനീഷേട്ടൻ ഭയങ്കര ഡ്രാമ കളിക്കുന്നു. ആ ഒരു സാധനം വെച്ചിട്ടായിരുന്നു ആ റീല്. അനീഷിനെ കളിയാക്കിയതിന്റെ പേരിൽ അടുത്ത ഗെയിം വന്നപ്പോഴത്തേക്ക് അക്ബറിന്റെ പാവ മൊത്തം പോയി എന്നും പറഞ്ഞിട്ട്. പക്ഷെ മൊത്തം കർമ്മ പക്ഷെ നിങ്ങൾ ആരും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കർമ്മയുണ്ട് ഇവിടെ. അത് കർമ്മയൊന്നുമല്ല, അത് നല്ല മൂക്കൻ പ്രാക്കാണ്. അനുമോളെ ദ്രോഹിച്ചതിന്റെ പേരിലാണ് അക്ബറിന്റെ പാവ പോകുന്നത്. ഇന്നലെ അനുമോളെ എടുത്ത് ഉടക്കിയതിന്റെ പേരിലാണ് ഇന്ന് ആദിലേക്ക് കോയിൻ കിട്ടാതെ പോകുന്നത്. ദ റിയൽ മാൻഡ്രേക്ക് ഈസ് അനുമോൾ ഗൈസ്, അല്ലാതെ അനീഷും വേറെ ആരും ഒന്നും അല്ല. അനുമോളുടെ പ്രാക്ക് എനിക്ക് അനുഭവം ഉള്ളതാണ്. എന്റെ ദിവസം എന്റെ പൊന്നെ അനുമോളെ പറഞ്ഞിട്ട് രണ്ടിന്റെ ഒന്ന് ഞാൻ 2 ദിവസം ഹോസ്പിറ്റലിൽ കിടന്നില്ലയോ. വല്ലാത്തത് കേട്ടോ. അനുമോൾ നമ്മൾ എന്തൊക്കെ പ്രാവണമെന്നില്ല, അങ്ങോട്ട് പറഞ്ഞാലും തിരിച്ചടിക്കും, മാതിരി സാധനമാ. അത് കഴിഞ്ഞിട്ട് ഫസ്റ്റ് റൗണ്ട് കിട്ടിയ പോയിന്റ്സ് ആണെന്ന് പറയാം. ആദില ഒന്നും കിട്ടിയില്ല. നെവിൻ 11, നൂറ 19, സാബു 15, അക്ബർ 8, ലക്ഷ്മി 6, ഷാനവാസ് 14, അനീഷിന് 3, അനുമോൾക്ക് 12, ആര്യന് 16 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. ഇവിടെ ആര്യൻ ചെറിയൊരു കള്ളത്തരം കാണിക്കും. ആദിലയുടെ കയ്യിൽ ബേൺ കാർഡ് കിട്ടിയ സമയത്ത് ആര്യന് മനസ്സിലായി തന്റെ കയ്യിൽ ബേൺ കാർഡ് വല്ലതും ഉരയ്ക്കുമ്പോഴാണല്ലോ അറിയുന്നത്. അവിടെ വെച്ചിട്ടാണ് ഉരച്ച് നോക്കുന്നത്, നേരത്തെ ഉരയ്ക്കാൻ പറ്റില്ല. തന്റെ കയ്യിൽ ബേൺ കാർഡ് വല്ലതും കിട്ടുവാണെങ്കിൽ എന്റെ ഈ കിട്ടിയിരിക്കുന്ന കോയിൻ മൊത്തം അസാധുവായി പോകും. അതുകൊണ്ട് ആര്യന്റെ കൈ കിട്ടിയ 4 കാർഡ് ഇവനങ്ങ് മുക്കും. ഇത് ബിഗ് ബോസ് പൊക്കും. ഈ 4 കാർഡിനകത്ത് ഇവന് കിട്ടുന്ന 2 കാർഡിനകത്ത് പണിയായിരുന്നു. ഒരു പണി ഉരുളക്കിഴങ്ങ് ഇട്ട ഭക്ഷണം കഴിക്കാൻ പാടില്ല, 2 നോൺ വെജ് കഴിക്കാൻ പാടില്ല. ഇനി ഇവൻ ഈ കാർഡ് ഒളിപ്പിച്ച് വെച്ചേക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിക്കാവേ. അവന്റെ ഈ കാർഡ് ഇരിക്കുന്നു, അനുമോള് നോക്കുന്നു. അനുമോള് നോക്കിയപ്പോൾ അതിനകത്ത് എന്തോ ചിരണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് അനുമോള് അത് നോക്കുന്നത്. അനുമോള് അത് കണ്ടപ്പോഴത്തേക്ക് അവൻ പെട്ടെന്ന് ആ സാധനം എടുത്ത് മാറ്റുന്നുണ്ട്. എന്നിട്ട് അടുത്തിരിക്കുന്ന അനീഷിനെയൊക്കെ വിളിക്കുന്നുണ്ട്. ഇവൻ ഈ ചിരണ്ടിയത് പറയാൻ വേണ്ടിയിട്ടായിരിക്കണം വിളിക്കുന്നത്. പക്ഷെ ഇവൻ നൈസായിട്ട് ആ സാധനം എടുത്ത് മാറ്റുന്നുണ്ട്. നോക്കണേ, അടിയിലോട്ട് വെക്കുന്നുണ്ട്. കണ്ട കള്ള വെടുവനാണ്. കിടക കുത്തിക്കയറ്റി വെക്കുന്നത്. അവന് കൃത്യമായിട്ട് മനസ്സിലായി ആ 4 കാർഡിനകത്ത് പണിയുണ്ട്. അതുകൊണ്ടാണ് കൃത്യമായിട്ട് ആ കാർഡ് അവൻ മാറ്റി വെച്ചത്. അത് അവൻ ചിരണ്ടി നോക്കിയ സമയത്ത് അത് പോയിന്റ് അല്ലെന്നും അവന് മനസ്സിലായിട്ടുണ്ട്. പോയിന്റ് ആണെങ്കിൽ അത് ചെറിയൊരു വര ഇടുമ്പോൾ മനസ്സിലാവും. ഇവൻ നൈസായിട്ട് ചെറുതായിട്ട് എന്തോ ചിരണ്ടി നോക്കിയിട്ടുണ്ട്. അന്നേരം അതിനകത്ത് എന്തൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് അവനത് മാറ്റുന്നത്. ഈ കാര്യം അനീഷ് അങ്ങോട്ട് എടുത്തിടും. ഇവൻ കള്ളത്തരം കാണിച്ചു എന്നും പറഞ്ഞിട്ട് ഇവന്റെ കോയിൻസും കംപ്ലീറ്റ് റദ്ദാക്കണം. ഇതുവരെയുള്ള എല്ലാ കോയിനും റദ്ദാക്കണമെന്നും പറഞ്ഞിട്ട് അനീഷ് അങ്ങോട്ട് എടുത്തിട്ടും. നൂറ സംസാരിക്കുന്നുണ്ട്, ഷാനവാസ് സംസാരിക്കുന്നുണ്ട്. ഇവര് 3 പേരുമാണ് ഇതിനെതിരെ നല്ല രീതിയിൽ സംസാരിക്കുന്നത്. ഇവന്റെ പോയിന്റ്സ് റദ്ദാക്കണമെന്നും പറഞ്ഞിട്ട് സംസാരിക്കുന്നത്. അക്ബർ ഇതിന്റെ ഇടയിൽ കൂടെ ഇന്നലത്തെ പാവയുടെ വിഷയമൊക്കെ എടുത്തിടുന്നുണ്ട്. അത് വേറൊരു സിനാരിയോ ആണ്. ബിഗ് ബോസ് കൃത്യമായിട്ട് ആ പാവയുടെ കേസിലെടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങളത് സൂക്ഷിച്ച് വെക്കുക എന്ന്. അത് ഫെയർ ഓർ അൺഫെയർ, അവിടെ ഒരു ലൂപ്പ് ഹോൾ ഉണ്ട് ആ ഒരു ഗെയിമിനകത്ത്. ആ ഒരു ലൂപ്പ് ഹോള് ആദില യൂസ് ചെയ്തെന്ന് മാത്രം. അത് അൺഫെയർ ആണെങ്കിൽ പോലും അങ്ങനെ ഗെയിം കളിക്കാമെന്ന് ആ ഒരു ഗെയിമിനകത്ത് ഉണ്ട്. പക്ഷെ ഇവിടെ ആരും ചെയ്തേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ഇവിടെ ലൂപ്പ് ഹോൾ ഒന്നും അല്ല യൂസ് ചെയ്തേക്കുന്നത്. അത് പ്യുവറായിട്ട് ആ ഒരു ഗെയിമിനെ അട്ടിമറിക്കാൻ ശ്രമിച്ചതാണ്. അവനത് കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് അവൻ മനഃപൂർവ്വം അത് മാറ്റി വെച്ചതാണ്. അതും ചൊരണ്ടി നോക്കിയിട്ടാണ്. അല്ലാതെ ചൊരണ്ടി നോക്കാതെ അവൻ എടുത്ത് അവൻ മാറ്റുകയാണെങ്കിൽ പിന്നെയും വേണ്ടിയില്ല. അവനത് സൈഡിൽ കൂടെ അവൻ ചൊരണ്ടി നോക്കിയിട്ടുണ്ട്. ആരും ചെയ്ത തെറ്റിനെ മറയ്ക്കാൻ വേണ്ടിയിട്ട് ഇന്നലത്തെ പാവയുടെ കാര്യം എടുത്തിടുന്നു. അനീഷ് അക്ബറിന്റെ വിരലിൽ കടിച്ച കാര്യം എടുത്തിടുന്നു. അക്ബറിന്റെ വിരലിൽ കടിച്ചെന്നുള്ള സംഭവം ശരിയാണ്. അതിനുശേഷം അനീഷിന്റെ തലമണ്ടക്കിട്ട് അക്ബർ ഒരെണ്ണം കൊടുക്കുന്ന ആരും കണ്ടില്ലേ? അതെന്താ ആരും പറയാത്തത്? ആ മൊമെന്റിൽ തന്നെ കൊടുത്ത് പടക്കോന്ന് പറഞ്ഞും കൊടുത്ത് തലക്കിട്ട് ഓടാ പറഞ്ഞിട്ട് അതൊക്കെ ഇതിനകത്തുള്ളതാണ്. അതിന്റെ പേരും പറഞ്ഞിട്ട് ഈ അക്ബറൊക്കെ ന്യായീകരിച്ച് വരുന്നതാണ് ഇവനെയൊക്കെ ഇവന്റെ അടുത്തൊക്കെ പുച്ഛം തോന്നുന്നു. ഉള്ള കാര്യം പറയാലോ. അക്ബർ പറഞ്ഞിട്ട് ആരും ചെയ്തത് ശരിയല്ല, പക്ഷെ ഇന്നലത്തെ കളി അൺഫെയർ ആയിരുന്നു, അതുകൊണ്ട് ഇതും കുഴപ്പമില്ല. ഇന്നലെ അൺഫെയർ ആയതിന്റെ പേരിൽ ഇത് ഈ അൺഫെയറും വലിയ കുഴപ്പമില്ല, ഇതിനെ അങ്ങ് ലൈറ്റ് ആയിട്ട് എടുത്താൽ മതി എന്നും പറഞ്ഞിട്ടാണ് ആര്യനോടെ കാണിച്ചത്. തൊട്ടിത്തരമാണ്. ഇയാൾ വലിയ സ്പോർട്സ്മാൻഷിപ്പ് ഒക്കെ പറയുന്ന സമയത്ത് ഇപ്പൊ ഈ ഒരു ഗെയിമിലോട്ട് വന്നപ്പോഴും ആ ഒരു സ്പിരിറ്റ് കാണിക്കാതെ പോയത് തന്നെയാണ്. മോശം പരിപാടിയാണ്. അതിനെ ഒരു തരത്തിലും ന്യായീകരിക്കാൻ പറ്റില്ല. ഈ അക്ബറൊക്കെ വന്നിട്ട് അങ്ങ് മെഴുകുകയാണ്, ആര്യനെ അങ്ങ് ന്യായീകരിച്ച് അങ്ങ് തള്ളുകയാണ്. അവൻ ലൂപ്പ് ഹോൾ വെച്ചിട്ടാണ് മാറ്റി വെച്ചെന്നൊക്കെ പറഞ്ഞിട്ട്. ബേസിക്കലി ഇവനൊരു മണ്ടനാണ് ഈ അക്ബർ എന്ന് പറയുന്നത്. ഈ കാണുന്ന ശരീരം മാത്രമേ ഉള്ളൂ, പക്ഷെ പിള്ളേരുടെ മനസ്സാണ്. ഇന്നലെ ഇരുന്ന് മോങ്ങിയതാണ്ട് ഇന്നും ഇരുന്ന് മോങ്ങുന്നുണ്ടായിരുന്നു. ഇവിടെ ആരും പറയുന്നത് അവൻ സ്ക്രാച്ച് ചെയ്ത് നോക്കിയിട്ട് അത് വായിച്ചില്ല എന്നാണ്. അവന് മലയാളം വായിക്കാൻ അറിയത്തില്ല, അത്രയും നീളത്തിലുള്ള സംഭവം ഒന്നും വായിക്കാൻ അറിയില്ല എന്നാണ് പറയുന്നത്. പക്ഷെ ഇവൻ സ്ക്രാച്ച് ചെയ്ത് നോക്കിയിട്ടുണ്ട്. സ്ക്രാച്ച് ചെയ്ത് നോക്കിയപ്പോൾ അതിനകത്ത് പോയിന്റ് അല്ല എന്ന് ഇവന് മനസ്സിലായി. സ്ക്രാച്ച് ചെയ്ത് നോക്കുമ്പോൾ മനസ്സിലാവുമല്ലോ, പോയിന്റ് ആണെങ്കിൽ നമുക്കുള്ള എന്തെങ്കിലും ആയിരിക്കും, പോയിന്റ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ലെറ്റേഴ്സ് ആണ്, വേറൊരു രീതിയിലാണ് അത് പോയേക്കുന്നതെങ്കിൽ അത് പണിയാണെന്ന് ജസ്റ്റ് ലോജിക്ക് വെച്ച് ചിന്തിച്ചാൽ കിട്ടാവുന്നതേ ഉള്ളൂ. അതാണ് ആര്യൻ അവിടെ ചെയ്തത്. അതുകൊണ്ട് കൃത്യമായിട്ട് അവനത് മാറ്റി വെച്ചതാണ്.
ഇവിടെ അനീഷ് കിടന്ന് ഭയങ്കര ബഹളം വെക്കുന്നുണ്ടായിരുന്നു, ഇവന്റെ പോയിന്റ് മൊത്തം റദ്ദാക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ ബിഗ് ബോസ് അനൗൺസ് ചെയ്യുന്നുണ്ട്, പണിഷ്മെന്റ് കൊടുക്കുന്നതും കൊടുക്കേണ്ടാത്തതും ഒക്കെ ഞാൻ തീരുമാനിക്കും. ഒരു ഡയലോഗ്, ഇത് എൻ കട്ടളെ ശാസ്ത്രം എന്നുള്ള ഒരു ഡയലോഗ്. അത് കഴിഞ്ഞിട്ട് നെവിൻ ആര്യന് പണി കൊടുക്കാൻ വേണ്ടിയിട്ട് ഉരുളക്കിഴങ്ങ് കടലയ്ക്കകത്ത് അരച്ചങ്ങ് ചേർക്കാണ്. അത് പീസ് മാറ്റി വെച്ചിട്ട് അവൻ ചാറ് കഴിക്കും എന്ന് വിചാരിച്ചിട്ട് ഇവൻ ഇതങ്ങ് സ്മാഷ് ചെയ്ത് അതിനകത്തങ്ങ് മിക്സ് ചെയ്ത് ചേർക്കാണ്. ഇവര് ഉരുളക്കിഴങ്ങ് അടിക്കാൻ പറ്റില്ലല്ലോ, അതാണല്ലോ ഇവന്റെ പണി. പക്ഷെ ഇവിടെ നെവിൻ ഒരു കാര്യം ചെയ്യുന്നുണ്ട്, ഇവന് കഴിക്കാനുള്ള സാധനം ഇവൻ മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ ഫ്രിഡ്ജിനകത്ത്. ഇനി അഥവാ അനുകമ്പ തോന്നിയാലോ എന്നും പറഞ്ഞിട്ട് മാറ്റി വെക്കുന്നുണ്ട്. എന്നിട്ട് മാറ്റി വെച്ചിട്ടാണ് ഈ സംഭവം അവിടെ ചെയ്യുന്നത്. ഇതിനു ശേഷമാണ് നമ്മുടെ പഴയ ഗുണ്ട അക്ബറും പുതിയ ഗുണ്ടി ആദിലയും തമ്മിലുള്ള കോൺവെർസേഷൻ. ആദില അക്ബറിന്റെ അടുത്ത് പോയിട്ട് കാര്യങ്ങൾ പറയുകയാണ്, ഇക്കാടെ പ്ലാവാസ് ഇന്നലെ അടിച്ചു മാറ്റിയത് ഞാൻ തന്നെയാണ്. അക്ബർ ആണെങ്കിൽ മൊത്തത്തിൽ ഇങ്ങനെ തകർന്നിരിക്കുകയാണ് പറഞ്ഞിട്ട് ആദില വന്നത് പറയുമ്പോ പൊട്ടിക്കരയാണ് പാവപ്പെട്ട അക്ബർ. ഇതിന്റെ ഇടയിൽ കൂടെ ലാവനുണ്ടോ നെവിൻ, ഇവൻ മൂപ്പിച്ച് വിടുന്നുണ്ട് ഒന്നും കൂടെ. ആ മനുഷ്യൻ അവിടെ നിന്ന് കരയുന്ന കണ്ടോ, നിന്നോടൊക്കെയുള്ള ഇത് വെച്ചിട്ടാണെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളില്ല ഇങ്ങനെ ഇട്ടങ്ങ് ഒന്നുകൂടെ അങ്ങ് ഇളക്കി വിടുമല്ലോ. അമ്മാതിരി സാധനം, വെറും പാഷാണത്തെ കൃമിയാണവൻ. വെറുതെ ഇരുന്ന് അക്ബറിനെ അവിടെ കരയിപ്പിച്ചിട്ട് കയ്യിലിരിക്കുന്ന ടിഷ്യൂ പേപ്പർ ഉണ്ടല്ലോ, അതിലെ കണ്ട ടിഷ്യൂ പേപ്പർ വെച്ച് കൊടുക്കുന്നത്, ഇക്ക ഞാൻ യൂസ് ചെയ്തിട്ടില്ല, ഇക്ക ഇത് വെച്ച് തുടച്ചോളം എന്ന് പറഞ്ഞിട്ട് ചെറുക്കന്റെ പാവയെ അടിച്ചു മാറ്റി അവനെ കരയിപ്പിക്കുകയും ചെയ്തിട്ട് കരയുന്ന അക്ബറിന് ടിഷ്യൂ പേപ്പർ കൊണ്ട് കൊടുക്കുന്ന ആദില. നീ മാസാണ് കേട്ടോ, അഭിനയമാണോ എന്തോ. ആദിലെ അവിടെ ഇരുന്ന് കരയുന്നൊക്കെ ഉണ്ട്. അക്ബർക്ക് എന്തായാലും കരയുകയാണ്. ഞാനിവിടെ എന്തെങ്കിലും ഒന്ന് കരഞ്ഞേക്കാം, ബാക്കിയുള്ളവരെന്ത് വിചാരിക്കും, ഈ തടിമാടനെ ഞാനിരുന്ന് കരയിപ്പിച്ചെന്ന് വിചാരിക്കത്തില്ലയോ. എന്നിട്ട് കണ്ണിച്ചവരില്ലാത്തവൾ എന്ന് ചിലപ്പോ പേരൊക്കെ വീണ് കളയും, ആ രീതിയിലൊക്കെ അടിച്ചിളക്കി കളയും. അതുകൊണ്ട് അതിനെയും അവിടെ ഇരുന്ന് കരയുന്നൊക്കെ ഉണ്ട് കേട്ടോ. അക്ബർ ആണെങ്കിൽ തകർന്ന് മെന്റലി തകർന്നിരിക്കുന്നത്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വാസവഞ്ചന, അതാണ് അക്ബറിനെ അങ്ങ് കൊണ്ടത്. ഇന്നലെ എടുക്കത്തില്ല എന്ന് പറഞ്ഞിട്ട് എടുത്തത്, പാവി എടുത്തോണ്ട് പോയൊന്നുമല്ല, പക്ഷെ ആ ഒരു എടുക്കത്തില്ല എന്ന് പറഞ്ഞിട്ട് എടുത്തത് അക്ബറിന് ഭയങ്കരമായിട്ടും കൊണ്ട്. മാത്രമല്ല അക്ബർ ഒരു ഹൈ പൊസിഷനിൽ നിന്നാണല്ലോ, അതിൽ ഒറ്റയടിക്ക് ആ ഒരു ഗെയിം 0 ആയപ്പോൾ അങ്ങ് ഡൗൺ ആയി പോയല്ലോ. അതിന്റെയൊക്കെ ഒരു ഇത് കൊണ്ട് ഭയങ്കരമായിട്ടും. പിന്നെ മാത്രമല്ല കഴിഞ്ഞ ആഴ്ച ലാലേട്ടൻ വന്നിട്ട് ഈ ഷാനവാസിന് ഇവരെല്ലാവരോടും പൊക്കിയിട്ട് അക്ബറിന് സ്ക്രീൻ സ്പേസ് കൊടുക്കണ്ട എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. അപ്പൊ അതെല്ലാം ഈ അക്ബറിന്റെ ഉള്ളിൽ കിടക്കുന്നുണ്ട്. അക്ബർ പറയുന്നുണ്ട്, നിങ്ങളെല്ലാവരും എന്നെ മനഃപൂർവ്വം ഒറ്റപ്പെടുത്തുകയാണ്, ഞാൻ അങ്ങോട്ട് വന്ന് സംസാരിക്കുമ്പോഴല്ലാതെ നിങ്ങൾ ആരും ആയിട്ട് സംസാരിക്കാറില്ല. ഇതൊക്കെ എനിക്ക് പലപ്പോഴായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. സത്യത്തില് അക്ബർ ഒന്നും ചെയ്യാതെ നിന്ന് കഴിഞ്ഞാൽ അക്ബർ പോസിറ്റീവ് ആവും, അക്ബറിന് നല്ല വോട്ട് കയറുന്ന ഒരു അവസ്ഥയാണ്. അക്ബർ എന്തെങ്കിലും ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ നെഗറ്റീവ് ആയി. ഇപ്പോഴത്തെ അക്ബറിന്റെ ഒരു ഗുണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അക്ബർ അങ്ങ് വലിയ എന്തോ ഒരു ഗുണ്ട സെറ്റപ്പിലാണ് ബാക്കി ആളുകൾ കാണുന്നത്. എന്നാൽ ശരിക്കും ഇവൻ ഒന്നും ഇല്ലടേ, അശുവാണ്. ആ കാണുന്ന ശരീരം മാത്രമേ ഉള്ളൂ കേട്ടാ. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ വിശ്വസിക്കുകയും ചെയ്യും. അക്ബറിനെ പെട്ടെന്ന് മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റും. ഈ ഷാനവാസൊക്കെ സ്ഥിരം ചെയ്തുകൊണ്ടിരിക്കുന്ന പരിപാടിയാണത്. എന്നിട്ട് അക്ബറിനെ എല്ലാരും കൂടെ അങ്ങ് ഗുണ്ട സ്കീമിൽ പെടുത്താൻ നിൽക്കുകയാണ്. അപ്പോഴാണ് ഈ അക്ബറിന്റെ ഒരു വൾണറബിൾ ക്യാരക്ടർ പുറത്ത് ഉള്ള ആളുകൾ കാണുന്നത്. അപ്പോൾ ഒരു സെന്റിമെന്റ്സ് അവിടെ വർക്കൗട്ട് ആവുകയും അക്ബറിന് വോട്ട് കയറാനുള്ള സാധ്യത കൂടുകയും ചെയ്യും. എന്നാൽ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? ഒന്നും ചെയ്യുന്നില്ല. വെറുതെ എന്ത് കൊടുത്താൽ മതി, ബാക്കിയുള്ളവർ കളിച്ചിട്ട് ഇവർ വോട്ട് മേടിച്ചു കൊടുത്തോളൂ. എനിക്ക് ഇന്നലത്തെ അവർ ഒറ്റ കരച്ചിൽ കാരണം ഇന്നത്തെ കരച്ചിലൂടെ ആയപ്പോഴത്തേക്ക് നല്ല സപ്പോർട്ട് കയറുകൊണ്ട് പാവപ്പെട്ട വലിയ അജാനുഭാവമായിട്ടുള്ള പാവപ്പെട്ട അക്ബർ കൊണ്ടിരുന്ന് കരയുന്നു, മക്കും ഇരുന്നു. അവള് കരയിപ്പിച്ച് ചെറുക്കനെ അത്രയും സ്ട്രോങ് ആയിട്ട് ഇന്ന് അക്ബറിനെ കരയിപ്പിച്ചെന്നൊക്കെ പറഞ്ഞു അടിച്ചിറക്കും. സാടി BGM ഒക്കെ ഇട്ടം കൊണ്ട് ഇറക്കിയുണ്ടല്ലോ, സൂപ്പറാ. അത് കഴിഞ്ഞിട്ടാണ് ഗൈസ് അടുത്ത റൗണ്ട് തുടങ്ങുന്നത്. ഇത് തന്നെ കാടുപിറക്കൽ പരിപാടി തന്നെ. രണ്ടാമത്തെ റൗണ്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ലക്ഷ്മിക്ക് 8 പോയിന്റ്, അനീഷിന് 7, ഷാനവാസിന് 19, ആര്യന് 20, അക്ബറിന് 8, സാബുവിന് 9, നൂറയ്ക്ക് 9, ആദിലയ്ക്ക് 12, നെവിന് 10, അനുമോൾക്ക് 17. ഇതാണ് വില പോയിന്റ് നില. ഈ ടാസ്കിന്റെ ഇടയിൽ ബിഗ് ബോസിന്റെ കുറച്ച് കോമഡി ഒക്കെ ഉണ്ടായിരുന്നു. ഈ അക്ബർ ഈ സോഫയുടെ ഇടയ്ക്ക് ഈ കാട് കുത്തിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരു കത്തി പുള്ളി എടുക്കുമായിരുന്നു. എന്നിട്ട് ബിഗ് ബോസ് വിളിച്ചു പറയുന്നുണ്ട്, അക്ബർ ബിഗ് ബോസ് ആണ് പറയുന്നത്, കത്തി താഴിറ. ബോസ് ഇപ്പൊ ഇടയ്ക്ക് ഒരു കോമഡി ഒക്കെ ഇടാൻ ശ്രമിക്കുന്നുണ്ട്. കാര്യം ഇവരെ കൊണ്ടോ കോമഡിയോ ട്രാജഡിയോ ഒന്നും നടക്കുന്നില്ല, ഞാനെങ്കിലും 2 ഡയലോഗ് അടിച്ച് കോമഡി ഇടാം എന്ന് വിചാരിച്ചിട്ടായിരിക്കണം പുള്ളി അങ്ങനെയൊക്കെ ഡയലോഗ് അടിക്കുന്നത്. അങ്ങനെ ഈ റൗണ്ടിൽ പണി കിട്ടുന്നത് ഒന്ന് അനീഷിനാണ്. അനീഷിന് കിട്ടുന്ന പണി ഫുഡ് ഷെയർ ചെയ്യുക എന്നുള്ളതാണ്. 3 പേർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. ഈ പണികളൊക്കെ ബിഗ് ബോസ് പറയുന്നത് വരെ ചെയ്യണം കേട്ടോ. അത് വലിയൊരു പണിയായിട്ട് തോന്നിയില്ല.
ആര്യനെ ട്രോളെന്ന് ബിഗ് ബോസ് 20 പോയിട്ട് ഉറപ്പല്ലേ. ബിഗ് ബോസ് വന്ന് മൊത്തം തഗ്ഗാണ്. അത് കഴിഞ്ഞ് രണ്ടാമത് പണി കിട്ടുന്ന അനുമോൾക്കാണ്. ദിവാലിക്ക് എല്ലാവരുടെയും വീട്ടിൽ നിന്ന് സാധനങ്ങൾ അയക്കുന്ന ഒരു ഏർപ്പാടുണ്ട്, അത് അനുമോൾക്ക് കിട്ടില്ല എന്നുള്ളതാണ് പണി. അത് കഴിഞ്ഞ് തേർഡ് റൗണ്ട്, അവിടെ എല്ലാം അങ്ങ് അലങ്കോലമാക്കും കേട്ടോ ഇവരെല്ലാം കൂടെ. ഇതൊക്കെ കണ്ടില്ലേ, മൊത്തം അവിടെ ഇട്ടേക്കുന്നില്ല പച്ചപ്പും ഹരിതാപും ഒക്കെ എല്ലാം വലിച്ചു പറിച്ചങ്ങ് എറിയും. ഈ ടാസ്ക് കഴിഞ്ഞപ്പോഴത്തേക്ക് ഹൗസിന്റെ കാര്യത്തിൽ കണ്ട് തീരുമാനമായി, മൊത്തം അവിടെ ഇളക്കി മറിച്ച് ലാന കരിമ്പത്തോട്ടത്തിൽ കയറിയ പോലെ ആയിപ്പോയി. അപ്പൊ തേർഡ് റൗണ്ടിലോട്ട് വരുവാണെങ്കിൽ പോയിന്റ് നില എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ 4 പോയിന്റ് 118, നെവിൻ 9, സാബു 5, അക്ബർ 15, ആര്യൻ 11, അനുമോള് 12, ലക്ഷ്മി 8, ഷാനവാസ് 26 പോയിന്റ്, അനീഷിന് 8. ഈ റൗണ്ടിലും പണി കിട്ടുന്നത് അനുമോൾക്ക്. മധുരമുള്ളതൊന്നും കഴിക്കാൻ പാടില്ല. രണ്ടാമത്തെ പണി ഷാനവാസിന് ഉപ്പിട്ടതൊന്നും കഴിക്കാൻ പാടില്ല. മധുരമുള്ളതൊക്കെ പിന്നെയും കഴിക്കാതിരിക്കാം. ഉരുളക്കിഴങ്ങ് വലിയ കുഴപ്പമില്ല, ഷെയർ ചെയ്യുന്നതും വലിയ കുഴപ്പമില്ല. പക്ഷേ ഉപ്പിടാതെ ഫുഡ് കഴിക്കാന്ന് പറയുന്നത് വലിയ പാടാ. എനിക്ക് പറ്റത്തില്ല. ഉപ്പില്ലെങ്കിൽ എനിക്ക് ഭയങ്കര പാടാത്. അതായത് ഈ കിട്ടിയ പണിയുടെ കൂട്ടത്തിൽ അത്യാവശ്യം നല്ല പണി കിട്ടിയ എനിക്കൊന്ന് ഷാനവാസിനാണെന്ന് തോന്നുന്നു. ഉപ്പിടാതെ എല്ലാം കഴിക്കണമല്ലോ. കാര്യം നമ്മൾ ഒരുപ്പെട്ട എല്ലാ ആഹാരത്തിനകത്തും രാവിലെ കഴിക്കുന്നതാണെങ്കിലും ഉച്ചയ്ക്ക് കഴിക്കുന്നതാണെങ്കിലും രാത്രി കഴിക്കുന്ന എല്ലാം ഉപ്പിടുന്നതാണ്. അത് ഇടാൻ പറ്റൂല. അപ്പൊ മൂന്നാമത്തെ റൗണ്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് 3 റൗണ്ടിലേയും കൂടെ ടോട്ടൽ പോയിന്റ് നോക്കുമ്പോൾ പോയിന്റ് നില ഇങ്ങനെയാണ്. ആദില 16, നെവിൻ 30, 146, സാബു 29, അക്ബർ 31, ലക്ഷ്മി 22, ഷാനവാസ് 59, അനീഷ് 18, അനുമോള് 41, ആര്യൻ 51. അപ്പം ഈ കാർഡ് ചിരണ്ടുന്ന ടാസ്കിൽ ഏറ്റവും കൂടുതൽ പോയിന്റ് ഇടുന്നത് ഷാനവാസിന്, അത് കഴിഞ്ഞിട്ട് ആര്യന്, അത് കഴിഞ്ഞിട്ട് 46 പോയിന്റ് ഉള്ള 100ഒക്കെയാണ്. അത് കഴിഞ്ഞിട്ട് അനുമോള് 4ാം സ്ഥാനം. പിന്നെ ഈ ഒരു വീക്കിലി ടാസ്കിന്റെ പരിപാടി തീർന്നു. അതായത് മൊത്തത്തിലുള്ള ക്യുമുലേറ്റീവ് 3 ടാസ്കിനകത്തുള്ള ക്യുമുലേറ്റീവ് ടോട്ടൽ എത്രയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദിലേക്ക് 133 പോയിന്റ്, നെവിന് 149, 100ക്ക് 95, സാബുവിന് 69, അക്ബറിന് 90, ലക്ഷ്മിക്ക് 115, ഷാനവാസിന് 107, അനീഷിന് 198, അനുമോൾക്ക് 188, ആര്യനാണ് ഏറ്റവും ടോപ്പിൽ വരുന്നത് 261 പോയിന്റ്. അനുമോള് സത്യത്തിൽ ഞെട്ടിച്ചു കേട്ടോ. 188 പോയിന്റ് എന്നൊക്കെ പറഞ്ഞാൽ അത് കുറച്ച് പോയിന്റ് ഒന്നും അല്ല, അത്യാവശ്യം നല്ല ഒരു പോയിന്റ് തന്നെ ഉണ്ട്. മേ ബി 2ാം സ്ഥാനത്ത് വരേണ്ടതായിരുന്നു അനുമോളുടെ 5-6 പാവ നെവിൻ വലിച്ചു കുറച്ച് പോയില്ലായിരുന്നെങ്കിൽ അനുമോളുടെ സ്കോർ 200 കടന്നേനെ. അനീഷിനും നല്ല രീതിയിൽ കളിച്ചു, 198 പോയിന്റ് അനീഷ് നേടിയിട്ടുണ്ട്. അനീഷിന് ഈ ഒരു റൗണ്ടിൽ അതേ കൊണ്ട് പെർഫോം ചെയ്യാൻ പറ്റിയില്ല. കാര്യം അനീഷിന് ലാസ്റ്റ് ടാസ്കിൽ വെറും 18 പോയിന്റ് മാത്രമേ നേടാൻ പറ്റുള്ളൂ. ആര്യൻ 51 പോയിന്റ് നേടി. അങ്ങനെ ഒരു 33 പോയിന്റിന്റെ ഹെഡ് ആര്യൻ ആ ഒരു ടാസ്കിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇന്നലത്തെ ടാസ്കിനകത്തും അക്ബറിന്റെ പാവയും കൂടെ ആര്യന് കൊടുത്തപ്പോൾ ആര്യന് അങ്ങനെ ഒരു 5 പാവയുടെ ഒരു ഡിഫറൻസ് അനീഷുമായിട്ട് ഉണ്ടാക്കി. ഓവറാൾ നോക്കുമ്പോൾ ഇവർ 3 ഈ ഒരു ടാസ്ക് അടിപൊളിയായിട്ട് കളിച്ചത്. ആര്യൻ, അനുമോൾ, അനീഷ്. ആര്യൻ പിന്നെ എല്ലാ ടാസ്കും നല്ല രീതിയിൽ കളിക്കുന്ന വ്യക്തിയാണ്, അതുകൊണ്ട് പിന്നെ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ആവശ്യമില്ല. ഇന്നാണ് ആര്യന്റെ ഭാഗത്ത് ഒരു അൺഫെയർ ഗെയിം ഉണ്ടായത്. ഇന്ന് മാത്രമല്ല, ഫസ്റ്റ് ടാസ്ക് ബിഗ് ബോസ് ഹൗസിനകത്തോട്ട് കയറുന്ന ഫസ്റ്റ് ടാസ്ക് ആര്യൻ വളരെ അൺഫെയർ ആയിട്ടാണ് കളിച്ചത്. മറ്റുള്ള കണ്ണ് കെട്ടിയിട്ട് പോയില്ല, ചില്ലിനകത്ത് ചുമന്ന ഇത് വെച്ച് അടിക്കുന്നത്. ആര്യൻ ആ ഒരു ഗെയിം കാണാമായിരുന്നു. ആ കണ്ണ് കെട്ടുന്ന സംഭവം ആര്യന് നല്ല രീതിയിൽ കാണാമായിരുന്നു. ഹൗസിനകത്ത് നടന്ന ബാക്കി ടാസ്ക് ഒക്കെ ആര്യൻ അടിപൊളിയായിട്ടാണ് കളിക്കുന്നത്. പക്ഷെ ഇന്നത്തെ ടാസ്ക് മാത്രമാണ് ഒരു തൊട്ടി കളി അതിനകത്ത് കളിക്കാൻ ശ്രമിച്ചത്. ഇത് കഴിഞ്ഞിട്ട് അനീഷ് പോയിട്ട് അഭിനന്ദനങ്ങൾ എന്നൊക്കെ പറയുന്നുണ്ട് ആര്യന്റെ അടുത്ത്. അഭിനന്ദനം അങ്ങോട്ട് പറഞ്ഞിട്ട് 5 മിനിറ്റ് കഴിയത്തില്ല, അതിനു മുമ്പേ അപരാധം തുടങ്ങും. ചെയ്തത് കള്ളത്തരാണെന്നുള്ളത് പറഞ്ഞുകൊണ്ടേ ഈ മനുഷ്യന്റെ ഒരു കാര്യം. അവിടെ ആര്യം വിജയിച്ചു എന്ന് പറഞ്ഞപ്പോ അവന് പോയി കൈയും കൊടുത്ത് അഭിനന്ദനം പറഞ്ഞിട്ട് അങ്ങോട്ട് മാറി നിന്നിട്ട്, എടാ ആര്യ, നീ കള്ളത്തല കാണിച്ചിട്ടാടാ ജയിച്ചത്. അനീഷവിടെ വൻ പരിപാടിയായിരുന്നു. ഈ ആര്യൻ മറ്റേ ഇത് ഒളിപ്പിച്ച സമയത്ത് ബിഗ് ബോസ് ആര്യന്റെ കംപ്ലീറ്റ് പോയിന്റും റദ്ദാക്കണം, ഇതുവരെയുള്ള എല്ലാ പോയിന്റും. അന്നേരം ഇവൻ 1ാം സ്ഥാനത്ത് വരാം, മനസ്സിലായ വൻ പരിപാടിയായിരുന്നു. അന്നേരമാണ് ബിഗ് ബോസ് പറയുന്നത് പണിഷ്മെന്റ് കൊടുക്കണതൊക്കെ ഞാൻ തീരുമാനിച്ചോളാം, നീ ഉണ്ടാക്കാൻ നിൽക്കണ്ടെന്നുള്ള രീതിയിൽ ബിഗ് ബോസ് ഒരു അനൗൺസ്മെന്റ് നടത്തും. അത് കഴിഞ്ഞിട്ട് പിന്നെ ആര്യന്റെ ഫുഡിന്റെ ചർച്ചയാണ് അവിടെ. ആര്യന് ഉരുളക്കിഴങ്ങ് കഴിക്കാൻ പറ്റത്തില്ല, ഷാനവാസിന് ഉപ്പ് കഴിക്കാൻ പറ്റത്തില്ല. അത് ഷാനവാസിന്റെ അടുത്ത് പറയുകയാണ്, നമുക്ക് 2 കൂടെ സെപ്പറേറ്റ് ഒരു കറി ഉണ്ടാക്കും ഉരുളക്കിഴങ്ങ്. അന്നേരം ഈ പൊട്ടന്റെ അടുത്ത് അക്ബർ പറയുന്നുണ്ട്, എടാ പുള്ളിക്ക് ഉപ്പ് കഴിക്കാതിരുന്നാ മതി, നിനക്ക് ഉരുളക്കിഴങ്ങല്ലേ കഴിക്കാതിരിക്കുന്നേ, നിനക്ക് ഉപ്പ് കഴിക്കാമല്ലോ. അന്നേരം കറി ഉണ്ടാക്കുന്ന സമയത്ത് പുള്ളിക്ക് ഇച്ചിരി കറി അങ്ങ് നേരത്തെ മാറ്റി വെച്ചിട്ട് ബാക്കി വെള്ളത്തിനകത്ത് ഏറ്റവും ഉപ്പിട്ടാ മതി. യവൻ എന്തൊക്കെ പറഞ്ഞിട്ട് മനസ്സിലാവുന്നില്ല, ഇവൻ പൊട്ടനാ ആര്യൻ. ഈ കളിക്കാനുള്ള ബുദ്ധി മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് ഇന്ന് അനുമോൾ മൊത്തത്തിൽ സൈലന്റ് ആയതിന്റെ പേരിൽ അനീഷ് അവിടെ വന്നിട്ട് അനുമോട് ചോദിക്കുന്നുണ്ട്, എന്താ അനുമോളെ, അനുമോൾക്ക് എന്താ പറ്റിയത്, പറയാൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ അനുമോൾ പറ. അനുമോൾ ഇങ്ങനെ കിലിക്കാൻ പറ്റിയ പോലെ കിലിക്കി നടക്കുന്നതായിരുന്നല്ലോ, പക്ഷെ ഇന്നത് കാണുന്നില്ല, അത് ഭയങ്കര ഇതാണെന്നൊക്കെ പറഞ്ഞ് അനീഷ് അവിടെ വന്നിട്ട് സംസാരിക്കുന്നുണ്ട് അനുമോളുടെ അടുത്ത്.
കണ്ട കംപ്ലീറ്റ് ആലോചിച്ച് ചിന്തിച്ചിട്ടാണ് ഇന്ന് മിണ്ടാതിരിക്കാൻ തീരുമാനിച്ചത്. അനുമോൾക്ക് അറിയാം സെന്റിമെന്റ്സ് എങ്ങനെ വർക്കൗട്ട് ആക്കണമെന്ന്, മനസ്സിലായോ? എന്നാൽ 2 ദിവസമായിട്ട് കൗണ്ടന്റ് ശരിക്കും കൊടുക്കുന്നു, അടിയിടുന്നു. ഇന്നൊരു ദിവസം സൈലന്റ് ആകുമ്പോഴത്തേക്ക് ചോദ്യം വരും ആൾക്കാരുടെ അടുത്ത് എന്താണ്. ഇതൊക്കെ പക്ക ഗെയിമാണ് അനുമോളുടെ, പക്ക മൈൻഡ് ഗെയിം എന്നൊക്കെ വേണമെങ്കിൽ പറയുന്നത്. അനുമോള് പോലും അറിയാതെ അനുമോൾ ഒരു മൈൻഡ് ഗെയിമർ ആയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. കിച്ചണിൽ നിന്നേ ഇല്ല അവന്റെ ഊപ്പാട് ഇളകി കേട്ടോ നെവിന്റെ. അത് എല്ലാവരോടും അവിടെ നിന്ന് പറഞ്ഞ് കളിയാക്കുന്നുണ്ട്. അനുമോളോടുള്ള ദേഷ്യത്തിന് പോയി, കിച്ചണിൽ പെട്ടും പോയി. അനുമോളാണെങ്കിൽ ആ വഴിക്കോട്ട് പോലും മൈൻഡ് പോലും ചെയ്യുന്നില്ല. എല്ലാ വട്ടവും അരിയൊക്കെ ഇടുന്ന അനുമോളാണ്. ഇന്ന് എത്ര ഗ്ലാസ് അരി ഇടണോന്ന് ചോദിച്ചപ്പോൾ പോലും അനുമോൾ അതുപോലും പറഞ്ഞു കൊടുത്തില്ലെന്നേ, എത്ര ഗ്ലാസ് അരി ഇടണോന്ന് പോലും. അങ്ങനെ ഒരു രീതിയിലുള്ള സഹകരണം അനുമോളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നില്ല. ഇവൻ പണിയെടുക്കുന്നത് കാണുമ്പോൾ നല്ല രസമുണ്ട്. കിച്ചണിൽ മറ്റേ ഇതൊക്കെ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഷാനവാസിനുള്ള ഉപ്പിടാത്ത കറി മാറ്റി വെക്കുന്നു. എല്ലാവരും ഫുഡ് കഴിക്കുകയാണ്. എല്ലാവരും ഫുഡ് കഴിക്കുമ്പോൾ ഒരാൾ കണ്ട പുറത്ത് തോണിച്ചാരി നിന്ന് പോയിന്റ് നോക്കുവാണെന്ന് തോന്നുന്നു. തൂണിനോട് കഥ പറയുന്ന അനുമോൾ. ഇന്ന് ആരുടെയും കൂടെ ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കൂല. എല്ലാവരും കഴിച്ചായിട്ട് ഏറ്റവും അവസാനം കഴിക്കത്തുള്ളൂ. ഒറ്റപ്പെടല കണ്ട, കഴിക്കാതിരിക്കത്തൊന്നുമില്ല, കഴിക്കുക ചെയ്യും പിന്നല്ലാതെ. അത് കഴിഞ്ഞിട്ട് അനീഷ് ഫുഡ് ഷെയർ ചെയ്യുന്നു ഓരോരുത്തർക്ക്. അത് കഴിഞ്ഞിട്ട് രാത്രി നമ്മുടെ ഇക്കിക്ക പോയിട്ട് അനുമോൾ എടുത്ത് സംസാരിക്കുന്നുണ്ട്. എന്താണ് നിനക്ക് പറ്റിയെന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഇക്കിക്കായും പറയുന്നുണ്ട്, ഞാൻ ഇപ്പോൾ ആദിലുമായിട്ടുള്ള ബന്ധമെല്ലാം വെട്ടിമുറിച്ചിരിക്കുകയാണ്. അവിടെ ചില സമയത്തുള്ള സംസാരമൊന്നും എനിക്ക് കൈ കൊണ്ട് ഇഷ്ടപ്പെടുന്നില്ല. കൈ എതിർത്ത് പറയുന്നു, പെങ്ങളൂട്ടി കൈ എതിർത്ത് പറയുന്നു. അങ്ങനെ ഇക്കിക്കായ്ക്ക് സാഡായി. അങ്ങനെ ഇക്കിക്ക ബന്ധം മുറിച്ചിരിക്കുകയാണ്. പലതവണയായിട്ട് ഇക്കിക്കായി എതിർക്കുന്നു പെങ്ങളൂട്ടികൾ. സഹിക്കാൻ പറ്റൂല ഇക്കിക്കായ്ക്ക്, മനസ്സിലായോ? ഇക്കിക്ക വിട്ട്. ഇതിനുശേഷം ഹൗസിൽ മറ്റേ മണി ബോക്സിനെ പറ്റിയുള്ള ചർച്ചയാണ്. ആരും ചോദിക്കുകയാണ്, മണി ബോക്സ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ഒരാൾ എടുക്കുവോ? എന്നിട്ട് പറയുന്നുണ്ട്, നിങ്ങൾ രണ്ടുപേരില്ലേ, ഒരാൾ എടുത്തോണ്ട് ധൈര്യമായിട്ട് ഓടിക്കോണം, കിട്ടുമ്പോഴേ ഓടിക്കോണം എന്ന് പറയും. ഈ വട്ടം ഈ മണി ബോക്സ് എടുക്കാനുള്ള സാധ്യത ആൾക്കാരുടെ എണ്ണം കൂടുതലായിരിക്കും. അതുകൊണ്ട് ബിഗ് ബോസ് കുറച്ച് പൈസയെ ആദ്യം വെക്കാൻ സാധ്യതയുള്ളൂ. കഴിഞ്ഞ വട്ടം 5 ലക്ഷം കണ്ടല്ലായിരുന്നു സായി എടുത്തോണ്ട് പോയത്. ഈ വട്ടം മിക്കവാറും 5 ആദ്യം വെക്കാനുള്ള സാധ്യത ഞാൻ കാണുന്നില്ല. മാത്രമല്ല ബഡ്ജറ്റ് ഒരുപാട് വെട്ടിച്ചുരുക്കിയിട്ടാണെന്ന് തോന്നുന്നു ഈ വട്ടത്തെ ബിഗ് ബോസ് തന്നെ ഇവർ നടത്തുന്നത്. കാര്യം കണ്ടസ്റ്റൻസിന് കൊടുക്കുന്ന പൈസ തന്നെ ഒരുപാട് പേർക്ക് കുറച്ച് പൈസയാണ്. കമ്പാരിറ്റീവ്ലി മുൻ സീസണിലെ അപേക്ഷിച്ച് നോക്കുമ്പോഴത്തേക്ക് കുറച്ച് മാർക്കറ്റ് വാല്യൂ മാത്രമുള്ള കണ്ടസ്റ്റൻസിനെയാണ് അകത്തോട്ട് കൊണ്ടുവന്നേക്കുന്നത്. അധികം പൈസ കൊടുക്കുന്ന ടീംസ് ഒക്കെ കുറവാണ്. അനുമോൾ അപ്പാനി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊന്ന് അത്യാവശ്യം നല്ല പൈസ കൊടുക്കുന്ന ടീംസാണ്. അവരൊക്കെ ഒരു സ്റ്റാർ വാല്യൂ ഉള്ള ആൾക്കാരാണ്. ഈ വട്ടത്തെ പലരെയും നമ്മൾ ഇതിന്റെ അകത്ത് വന്നപ്പോഴാണ് ആദ്യമായിട്ട് കാണുന്നത്. അതിന്റെ മൊത്തത്തിൽ ഒരു ബഡ്ജറ്റ് പിടുത്തം ഈ വട്ടത്തെ ടാസ്കിനകത്താണെങ്കിലും എല്ലാത്തിനും അത് കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മണി ബോക്സ് എടുത്തോണ്ട് ഓടാനുള്ള സാധ്യത ഭയങ്കര കൂടുതലായിരിക്കും. ആദില എടുക്കും ഉറപ്പാണ് എന്ന് പറയുന്നുണ്ടായിരുന്നു. മിക്കവാറും എടുക്കും എന്ന്. നെവിൻ എടുക്കാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ആരാണ്? സാബു എടുക്കാനുള്ള സാധ്യതയുണ്ട്. അക്ബർ എടുക്കത്തില്ല എന്ന് പറയുന്നുണ്ട്. ഷാനവാസ് നല്ലൊരു തുക വരുവാണെങ്കിലാണ് ഷാനവാസ് എടുക്കത്തുള്ളൂ, അല്ലാതെ ഷാനവാസ് എടുക്കുമെന്ന് തോന്നുന്നില്ല. അനുമോൾ ഉറപ്പായിട്ടും എടുക്കത്തില്ല. ആര്യനും എടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആര്യൻ എടുക്കത്തില്ല. അനീഷും എടുക്കൂല. ലക്ഷ്മിയൊക്കെ പിന്നെ അതിനു മുമ്പേ പോവും. നെവിനും അതിനു മുമ്പേ ഔട്ട് ആവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ആദിലയും അതിനു മുമ്പ് ഔട്ട് ആവാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ആദില ഔട്ടായി കഴിഞ്ഞ് നൂറ മാത്രമാണ് നിൽക്കുന്നതെങ്കിൽ എന്നാലും നൂറ എടുത്തുകൊണ്ട് പോകാനുള്ള സാധ്യതയുണ്ട്. കാര്യം ഇന്ന് കഴിഞ്ഞിട്ട് പറയുന്നുണ്ടായിരുന്നു അവർക്ക് പൈസ ഒരുപാട് ആവശ്യമാണ് എന്നുവെച്ചാൽ ഉറപ്പിച്ച് നമുക്ക് പറയാം. ഇവർ രണ്ടുപേരും ആ സമയത്ത് ഉണ്ടെങ്കിൽ ഒരാൾ ഉറപ്പായിട്ടും എടുക്കും. അത് ഇന്ന് ആദില പറയുന്നുണ്ട് ആ ഒരു കാര്യം. ഇത് അനുമോളെ ഉദ്ദേശിച്ചാണ്, അനുമോളെ തന്നെ ഉദ്ദേശിച്ചാണ്, അനുമോളെ മാത്രം ഉദ്ദേശിച്ചാണ്. PR ഒക്കെ ഉള്ള ടീംസ് ആണ് മൊത്തം നമ്മുടെ ചുറ്റുവട്ടത്തുള്ളത്. എന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടെ നിന്നിട്ട് കാര്യമില്ല, കിട്ടിയത് കൊണ്ട് പൊക്കോ. അനുമോളൊക്കെ ഉള്ള സമയത്ത് വലിയ PR 16 ലക്ഷം PR ഒക്കെ കൊടുത്തിട്ട് ഒരു ടീംസ് ഉള്ളപ്പോൾ എന്തായാലും കപ്പ് കിട്ടാൻ പോകുന്നില്ല, കിട്ടിയത് കൊണ്ട് ഓടിക്കോ എന്നുള്ള ഒരു സംഭവമാണത്. അത് കഴിഞ്ഞിട്ട് പിന്നെ അനുമോളെ പറ്റിയുള്ള ചർച്ചയാണ്. ഇങ്ങോട്ട് കിട്ടാത്തൊരു സാധനം അങ്ങോട്ട് കൊടുക്കാൻ നൂറയ്ക്ക് താല്പര്യമില്ല. ഞാനും ചോദിക്കുമ്പോൾ എനിക്ക് മൊത്തം പുച്ഛവും ഇഗ്നോറൻസും ആണ് കിട്ടുന്നത്. അതുകൊണ്ട് അനുമോളെ അടുത്ത് ഞാൻ അങ്ങോട്ട് ഇനി പോത്തില്ല എന്നും പറഞ്ഞിട്ട് നിൽക്കുകയാണ്. സെൽഫ് റെസ്പെക്ട് വിട്ടിട്ടുള്ള ഒരു കളിക്ക് ഞാൻ നിൽക്കൂല. സോ എന്ത് തേങ്ങയാണെങ്കിലും അങ്ങനെയുള്ള ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിലും എന്താണെങ്കിലും എനിക്ക് അതിനകത്ത് താല്പര്യമില്ല എന്നാണ് നൂറ പറയുന്നത്. എന്നിട്ട് കൂടെ ഷാനവാസിനെയും അവരാധിക്കുന്നുണ്ട്, വാഴയെന്നൊക്കെ വിളിക്കുന്നുണ്ട്. ഇങ്ങനെ ഇവിടെ ഹിറ്റ്ലർ കളിക്കാൻ വന്നതാണ് എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് രാത്രി ആയപ്പോഴത്തേക്ക് കുണുമള് വന്ന് കെട്ടിപ്പിടിച്ച് അതിലെടുത്ത് വന്നിട്ട് ഇത്രയും ഉണ്ടായിരുന്നിട്ട് പറ്റുന്നില്ലായിരിക്കും. കുണുമള് വന്ന് കെട്ടിപ്പിടിച്ച് കിടക്കുക കേട്ടോ. വലിയ വാശി പിടിച്ചിരുന്നതാണ് എന്ന് 12 മണി കഴിഞ്ഞെന്ന് മനസ്സിലായി. എന്നിട്ട് ഒരു ദിവസത്തെ വ്രതത്തിലായിരുന്നു. ഒരു ദിവസം
ദിവസം കഴിഞ്ഞ് നാളെ തൊട്ടതിന്റെ വേറെ കണ്ടന്റ് പിടിക്കണമല്ലോ. ഇന്നത്തെ മൊത്തം മൗനവ്രതം കണ്ടന്റ് ആയിരുന്നു. മിണ്ടായിരുന്നാലും കണ്ടന്റ് പോകുന്ന അനിമോൾക്ക് അറിയാം. ആ ഒരു കണ്ടന്റ് കൊടുത്തു. നാളെ എന്തിനും അടുത്ത സാധനം പിടിക്കാൻ വേണ്ടിയിട്ട് ഇന്ന് രാത്രി വന്നിട്ട് പറഞ്ഞെല്ലാം സോൾവ് ആക്കി. നാളെ എന്നിട്ടും നെക്സ്റ്റ് സാധനം. ഭയങ്കര പ്ലാനിങ് ആണെന്നേ. ഒന്ന് ആലോചിച്ച് നോക്ക്. രാവിലെ തൊട്ട് രാത്രി വരെ ലൈറ്റ് ഓഫ് ആവുന്നത് വരെ മിണ്ടാതെ അങ്ങോട്ട് ഇരിക്കുകയാണ് ആൾക്കാരെടുത്ത്. എന്നിട്ട് മിണ്ടാതിരിക്കുന്നതിന്റെ റീസൺ പലരെടുത്തും പോയിട്ട് പല രീതിയിൽ പറയുന്നുണ്ട്, കൺവേ ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഇന്നലെ നടന്ന കാര്യങ്ങൾ അതെടുത്ത് പറഞ്ഞ് വെളുപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ആ ഒരു സാധനങ്ങൾ മൊത്തം അങ്ങോട്ട് പറഞ്ഞ് എന്നിട്ട് ഇതെല്ലാം കഴിഞ്ഞ് ഏറ്റവും അവസാനം രാത്രി വന്നിട്ട് ഒരു ഉളുപ്പില്ലാതെ വന്ന് കെട്ടിപ്പിടിച്ച് കിടക്കുകയാണ്. അനുമോൾ വല്ലാത്തൊരു സംഭവം തന്നെ കേട്ടോ. എടുത്ത് പറയാതിരിക്കാൻ പറ്റത്തില്ല. ഇപ്പൊ കുറെ അമ്മമാര് സാഡി ബീജം ഒക്കെ ഇട്ട് ഇറങ്ങും. ആരെടുത്തും ഈഗോയും പരിപ്പവും പരിപ്പോട്ടയും ഒന്നും വെക്കാത്ത ആളാണ് അനുമോൾ എന്നൊക്കെ പറഞ്ഞിട്ട് വേണമെങ്കിൽ ഇപ്പൊ റൈറ്റപ്പും ബീജം ഇട്ട് റീലും എല്ലാം ഇറങ്ങും. ഇത്രയും ദ്രോഹിച്ചിട്ടും ഇത്രയും അവരാധിച്ചിട്ടും ആദിലെടുത്തും നൂറെടുത്തും അങ്ങോട്ട് പോയി മിണ്ടി ഫ്രണ്ട്ഷിപ്പ് കൂടാൻ പോകുന്ന അനുമോൾ നന്മമരം എന്നും പറഞ്ഞിട്ട് പൊക്കി അടിച്ചോട്ട് വരും. അനുമോള് വട്ടിപ്പൂച്ചൊന്നും ഇട്ട് വെക്കുന്ന ഒന്നും റീലിനകത്ത് ഉൾപ്പെടുത്തത്തില്ല. ഉൾപ്പെടുത്താൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൂറേയും അതിൽ മാറിയിരുന്ന അനുമോളെ ദുഷിക്കുന്ന സാധനം ഉൾപ്പെടുത്തും. എന്നിട്ട് രാത്രി മാറിയിരുന്ന അനുമോളെ പറയുന്നത് എടുത്ത് ഉൾപ്പെടുത്തും. എന്നിട്ട് ഈ രാത്രി അനുമോള് വന്ന് കെട്ടിപ്പിടിച്ചിടുമ്പോഴത്തേക്ക് അയ്യോ ഭയങ്കര ബീജം ഇങ്ങോട്ട്. സൂപ്പർ റീല് 1 മില്യൺ കൺഫേം. ഓവാറമ്മണ്ണ കാണുന്നുണ്ടോ? ഇതങ്ങോട്ട് അടിച്ച് വിടുക കേട്ടോ. സൂപ്പറാ. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഗൈസ് ഇന്നത്തെ എപ്പിസോഡിൽ നടന്നത്. അങ്ങനെ പറയത്തക്ക കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ആ ഒരു ടാസ്കും പിന്നെ അനുമോളുടെ മൗനവ്രതവും അല്ലാതെ വേറെ പ്രത്യേകിച്ച് ഒന്നും ഉണ്ടായിരുന്നില്ല. സോ എന്താണ് നിങ്ങളുടെ ഒപ്പീനിയൻ? താഴെ വന്ന് കമന്റ് ചെയ്യുക. കൂടുതലൊന്നും പറയാനില്ല. അപ്പൊ ശരിയെങ്കിൽ ടാറ്റാ ബൈ ബൈ.